ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ നദികൾ എന്ന ഭാഗത്ത് നിന്നാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കേരളത്തിലെ നദികളുടെ എണ്ണം 44. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3. കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്ന പർവ്വതനിര പശ്ചിമഘട്ടമാണ്. കേരളത്തിലെ ആകെ മൈനർ നദികളുടെ എണ്ണം 40 കേരളത്തിലെ ആകെ മീഡിയം നദികളുടെ എണ്ണം 4. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം 12. 100 കിലോമീറ്റർ അധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം 11. 1974 കേരള സർക്കാരിന്റെ വിജ്ഞാപന പ്രകാരം 15 കിലോമീറ്ററിലധികം നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നദികളായിട്ട് കണക്കാക്കുന്നത്. നദികളും നീളവുമാണ്. പെരിയാർ 244 കിലോമീറ്റർ, ഭാരതപ്പുഴ 209 കിലോമീറ്റർ, പമ്പ 176 കിലോമീറ്റർ, ചാലിയാർ 169 കിലോമീറ്റർ, ചാലക്കുടിപ്പുഴ 145.5 കിലോമീറ്റർ, കടലുണ്ടിപ്പുഴ 130 കിലോമീറ്റർ, അച്ചൻകോവിലാറ് 128 കിലോമീറ്റർ, കല്ലട നദി 121 കിലോമീറ്റർ, മൂവാറ്റുപുഴ 121 കിലോമീറ്റർ, വളപട്ടണം പുഴ 110 കിലോമീറ്റർ, ചന്ദ്രഗിരിപ്പുഴ 105 കിലോമീറ്റർ. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 0.621 മൈലാണ്. 1 മൈൽ എന്ന് പറയുന്നത് 1.609 കിലോമീറ്റർ ആണ്. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി, എറണാകുളം ആണ്. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. പമ്പ ഒഴുകുന്ന ജില്ലകൾ പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ. ചാലിയാർ ഒഴുകുന്ന ജില്ലകൾ വയനാട്, മലപ്പുറം, കോഴിക്കോട്. ചാലക്കുടിപ്പുഴ ഒഴുകുന്ന ജില്ലകൾ പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം. നദികൾ മലിനമാക്കുന്നവർക്ക് 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും ഏർപ്പെടുത്തിയ ബില്ല് പാസാക്കിയ സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ, 244 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ, 16 കിലോമീറ്റർ. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് കബനി. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി പാമ്പാർ. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം നദി, 19 കിലോമീറ്റർ. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഐരൂർ പുഴ, 17 കിലോമീറ്റർ. ഉത്ഭവം നാവായിക്കുളം, കൊല്ലത്ത് നിന്നാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദിയാണ് ഐരൂർ പുഴ. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാർ. ചൂർണി എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് പെരിയാർ. തലയാർ എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന നദി പാമ്പാർ. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദി ചാലിയാർ. കരിമ്പുഴ എന്നറിയപ്പെടുന്ന നദി കടലുണ്ടിപ്പുഴ. ബാരിസ് എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന നദി പമ്പ. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പ. നിള എന്നറിയപ്പെട്ടിരുന്നത് ഭാരതപ്പുഴ. പേരാർ എന്നറിയപ്പെട്ടിരുന്ന നദി ഭാരതപ്പുഴ. പയസ്വിനി എന്നറിയപ്പെടുന്നത് ചന്ദ്രഗിരിപ്പുഴ. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടിപ്പുഴ. മഞ്ഞനദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി പെരിയാറാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി പെരിയാറാണ്. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.